ഹലോ നമസ്കാരം ലേഡീസ് ആൻഡ് ജോൺട്ടിൽമാൻ. ഞാൻ വന്നിരിക്കുന്നത് അണ്ടർ 30,000 രൂപയ്ക്ക്. ഞാൻ സത്യം പറയാലോ ഗൈസ്, 35,000 തൊട്ട് 20,000 രൂപ വരെ ഇപ്പം നല്ല ഫോണുകളൊന്നും കിട്ടാനില്ല. ഞാൻ വളരെ രോഷാകുലനായിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. പോക്കോ X8 പ്രോവിൻ്റെത് ഉടനെ വരും. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ച്, അത് 35 തൊട്ട് ഈ പറയുന്ന 20,000 പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ ഇപ്പം മേടിക്കാൻ പറ്റിയ ഫോണുകളെ പറ്റി സംസാരിക്കാനാണ് ഞാൻ വന്നത്. ഞാൻ കുറച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് ഓരോന്നായിട്ടിരുന്ന് കാണാം. ഇപ്പോൾ തന്നെ എന്തോ ഒരു ഓഫർ വരുന്നുണ്ട് കേട്ടോ. GRMW എന്ന് പറയുന്ന എന്തോ ഒരു സെയിൽ വരുന്നുണ്ട്. അതിലെൻ്റെ വിവോ T5 Pro ഒക്കെ നമുക്ക് 27,000 ബാങ്ക് ഓഫറാണ് കേട്ടോ. എല്ലാം ഈ പറയുന്ന ഫ്ലിപ്കാർട്ടിൻ്റെ ആക്സിസ് ബാങ്കിൻ്റെ ഒരു കാർഡുണ്ട്. അതെല്ലാവരും മേടിച്ച് വെച്ചാൽ നിങ്ങൾക്ക് ഈ 2,000-വും ഈ എഡ്ജ് ഫ്യൂഷന് 3,000-വും പിന്നെ എഡ്ജ് 60 ഫ്യൂഷന് 29,000-വും. അതെന്തരുടെ കഴിഞ്ഞ വർഷം ഇറങ്ങിയ ആ ഫോണിന് ഈ ഫോണിനെയും കാട്ടിലും വില. അത് മറ്റേ അടുത്ത ഒരു കോമഡി ആയി പോയല്ല. എന്തരാവട്ടെ, നിങ്ങൾക്ക് ആദ്യം എടുക്കാൻ പറ്റിയ ഒരു സാധനം ഇതാണ് കേട്ടോ. നമുക്ക് വിവോ T4 Pro കഴിഞ്ഞ വർഷം ഇറങ്ങിയാണ്. ആകെയുള്ള ഒരേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UFS സ്റ്റോറേജ് 2.2 ആണ് ഇതിന് വരണത്. അല്ലാത്ത പക്ഷം അത്യാവശ്യം നല്ല സെൻസർ, അതായത് സ്നാപ്ഡ്രാഗൻ്റെ 7 Gen 4 ആണ് ഇരിക്കുന്നത്. പെരിസ്കോപ്പ് സൂം വരുന്നുണ്ട്. ഈ ഒരു പ്രൈസിന് ഇറ്റ്സ് ആക്ച്വലി ഗുഡ്. 8GB RAM 256GB. ഇതൊന്നും നിങ്ങൾ മേടിക്കണം. 32 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ. ഇത് നല്ല ഫോണാണ്. ഇത് ഒന്നാമത്തെ ഫോൺ. രണ്ടാമത്തെ ഫോൺ മോട്ടോറോള എഡ്ജ് 60 Pro കഴിഞ്ഞ വർഷം ഇറങ്ങിയത്. ഇതും നമുക്ക് 256GB 8GB കിട്ടുന്നുണ്ട്. ഇതും നല്ലൊരു ഫോണാണ്. നമ്മുടെ മേവർക്കില്ലേ, നമ്മുടെയൊക്കെ കൂടുതൽ CMCയിലുള്ള അവനിപ്പോൾ ഈ ഫോണാണ് യൂസ് ചെയ്യുന്നത്. അവൻ ആക്ച്വലി ഹാപ്പിയാണ് ഈ ഒരു ഫോണിൽ. ഇത് നല്ലൊരു ഫോണാണ്. റിയൽമി 15 Pro കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഫോണാണ്. മറ്റേ 16 Proയും കഴിഞ്ഞ വർഷം ഇറങ്ങിയാണ്. ഇതും നല്ലൊരു ഫോണാണ്. UFS സ്റ്റോറേജ് 3.1 ആണ്. 50 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡും പിന്നെ ഫ്രണ്ടിലും 50 മെഗാ പിക്സലിൻ്റെ സെൽഫി ഷൂട്ടറുമാണ് വരുന്നത്. ഏതായിരുന്നു ചിപ്സെറ്റ്? ഇത് സ്നാപ്ഡ്രാഗൺ 7 Gen 4 നല്ല ചിപ്സെറ്റുമാണ്. 7000 mAh ബാറ്ററി. നല്ല ഫോണാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതും എടുക്കാം. കഴിഞ്ഞ വർഷം ഇറങ്ങിയ പോക്കോ X7 Pro ഡിമെൻസിറ്റിയുടെ 8400 ചിപ്സെറ്റും 12GB RAM 256GB. ഇതിൻ്റെ പ്രൈസ് വന്ന് 26,000 രൂപ ഉള്ളേ. ഓക്കെ, ഇതിൻ്റെ 8GB 256GB ഉണ്ട്. അണ്ടർ 20,000 ഈ ഫോണും അത്യാവശ്യം നല്ല ഒരു ഫോണാണ്. ഇത് നിങ്ങൾക്ക് എടുക്കാം. ഇപ്പോൾ ഇറങ്ങിയ വിവോ T5 Pro, ഇതിലും ഞാൻ പറഞ്ഞ ഒറിജിനൽ വോയിസ് ഔട്ട് ഓഫ് ദ ബോക്സ്, ഡിമെൻസിറ്റി 9020 mAh ബാറ്ററി, പിന്നെ നമുക്ക് സ്നാപ്ഡ്രാഗൺ 7 Gen 4 ചിപ്സെറ്റ് ഒക്കെയാണ് വരുന്നത്. ഇതും നല്ലൊരു ഓപ്ഷനാണ്. ഓക്കെ, ഫോർ 30,000 ഇത് കുഴപ്പമില്ല എന്നാണ് വേണേ കാണിച്ചത് കേട്ടോ. പോക്കോ F6 കഴിഞ്ഞ വർഷം ഇറങ്ങിയ സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 3 ചിപ്സെറ്റാണ് ഇതിൻ്റെ അകത്തിരിക്കുന്നത്. ഒരു ഗെയിമിംഗ് ഓറിയൻറ്റഡ് ഫോണാണ്. കൊച്ചു പിള്ളേർ നോക്കണമെങ്കിൽ 30,000 രൂപയ്ക്ക് ഈ ഒരു ഫോൺ അത്യാവശ്യം നൈസാണ് കേട്ടോ. നിങ്ങളിത് മേടിക്കാം. 32,000 രൂപയ്ക്ക് ഇതാണ്ട് ഈ ഐറ്റം ഉണ്ട്. ഇതും ബാങ്ക് ഓഫറും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ, അതായത് നിങ്ങളുടെ കയ്യിൽ മറ്റേ ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്കിൻ്റെ ഉണ്ടെങ്കിൽ, ഫ്ലിപ്കാർട്ട് SBIയുടെയും കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1,650 രൂപ കുറയും. ഇത് കിഡിലെ ഫോണാണ് കേട്ടോ. ഡിമെൻസിറ്റി 9400 മാക്സിൻ്റെ ചിപ്സെറ്റ്. ഫാസ്റ്റർ ഫോണാണ് കുറച്ചും കൂടെ. ഇതും ക്യാമറ സെൻട്രിക് ആയിട്ടുള്ളൊരു ഫോണല്ല. നമുക്ക് കൂളിംഗ് സിസ്റ്റം വരുന്നുണ്ട്. നമുക്ക് നല്ല വലിയ ബാറ്ററി, ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട്, 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്, പിന്നെ 7000 mAh ബാറ്ററി, 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ചാർജർ പെട്ടിയിലകത്തുണ്ട്. അപ്പോൾ ഇതും നല്ലൊരു വാപ്ഷൈൻ ആണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ വർഷം ഇറങ്ങിയ OnePlus Nord ഇപ്പോൾ ഇറങ്ങിയ OnePlus Nord C6 നല്ല ഓപ്ഷനാണ്. 32,000 സംതിങ് ആണ്. ഈ പ്രൈസിന് നത്തിങ് 4 കിട്ടുമായിരുന്നു. നത്തിങ് 4 ഇപ്പോഴത്തെ പ്രൈസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടും. അതുകൊണ്ട് ഇതെടുക്കാം കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷേ നിങ്ങളതിൽ ബാങ്ക് ഓഫറിൽ നിങ്ങൾക്ക് ആക്സിസ് ബാങ്കിൻ്റെ ആ സാധനം ഉണ്ടെങ്കിൽ, സുന ഉണ്ടെങ്കിൽ 1,647 രൂപ കുറഞ്ഞ് കിട്ടും. സോ ദാറ്റ് ഈസ് ദ പ്രോബ്ലം. കുഴപ്പമില്ലാത്തൊരു ഫോണാണ് കേട്ടോ. ഇതൊരു അണ്ടർ 30,000 നിങ്ങൾക്ക് വില ബാങ്ക് ഓഫർ കിട്ടുകയാണെങ്കിൽ Nord C6 നല്ലതാണ്. നത്തിങ്ങിൻ്റെ വില നിങ്ങൾ കണ്ടാൽ ഇപ്പോൾ ഞെട്ടുകൂടെ. നത്തിങ് 4 വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 37,000 32,000 രൂപയ്ക്ക് ഇറങ്ങിയ ഫോണാണ്. അതും 128GB 38,000.
അത് 128 GB. എന്തൊരു കഷ്ടം ഇത്, എനിക്ക് മനസ്സിലാവില്ല. തൊട്ട് താഴെ തന്നെ 256 GB 38,000. ഇതെന്തൊരു കോമഡിയാണ് നടക്കണത്. എന്തരാണെങ്കിൽ ഇതിൻ്റെ വില കൂടി. പ്രോൻ്റെ വില ആക്കണം 50,000 രൂപയെന്ന്. നത്തിങ് 4A പ്രോൻ്റെ വില ഉണ്ടോ? 40,000 രൂപയ്ക്ക് ഇറങ്ങിയ ഫോണാണ്. 53,000 രൂപ. വാറ്റാടി ചാടി കൊല്ലാൻ വേണ്ടി നടക്കുകയാണ്. കൊല്ലടാ കൊല്ല് നീയൊക്കെ. ഇത് അണ്ടർ 25,000 നിങ്ങൾ ഫോൺ. ഇതും 20,000 രൂപയായിരുന്നു ഇത് ഇറങ്ങിയ സമയത്ത്. ഇപ്പോൾ അത് 23,000 രൂപയായി. അതും 128 GB. 256 GB-ക്കും 25,000 കൊടുക്കേണ്ടി വരും. 20,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ സാധനം എവിടെന്നെങ്കിലും എങ്ങനെയെങ്കിലും കിട്ടുകയാണെങ്കിൽ നല്ല ഓപ്ഷനാണ് കേട്ടോ. ഇതിൻ്റെ കേത്ത 40 എന്ന് വെച്ചിട്ട് സാധനം ഇറങ്ങിയിട്ടുണ്ട്. ദൈവത്തിനോർത്ത് അത് എടുക്കരുത്. പിന്നെ മോട്ടോറോളയുടെ എഡ്ജ് 60 ഫ്യൂഷൻ 23,000 രൂപ. എഗെയിൻ 128 GB ആണ്. ഇതും അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ഫോണാണ്. 128 GB ആണെന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. റെഡ്മി 15 ഒരു 20,000 താഴെ ഒരു ഫോൺ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു ഫോൺ. മനസ്സിലായില്ലേ? വളരെ ഓക്കെ എന്ന് നമ്മൾ പറയുന്ന സാധനമാണ് ഈ സാധനം. ഇതും നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ. പിന്നെ റിയൽമി P3 നല്ല ഫോണാണിത്. റിയൽമി P3 അൾട്ര ഡിമെൻസിറ്റി 8350 അൾട്രയുടെ ചിപ്സെറ്റ്, 4K 60 FPS സപ്പോർട്ട്, മറ്റത് മറിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതും അത്യാവശ്യം നല്ല ഒരു സാധനമാണ്. നമുക്ക് 50 MP ഒരു ക്യാമറ, 8 MP അൾട്രാ വൈഡ്, 16 MP ഫ്രണ്ട് ക്യാമറ, AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ഫോണാണ് ഈ ഫോൺ. പിന്നെ നമുക്ക് കണ്ട് ഇവിടെ നോക്കുമ്പം എന്തൊക്കെയോ ഓഫറുകളൊക്കെ വന്ന് കിടപ്പുണ്ട്. എന്തൊരു ഓഫറാ എന്തോ. നത്തിങ് 4A 30,000 രൂപയ്ക്കൊക്കെ കിടക്കണമെന്നൊക്കെ പറയണം. അതായത് എന്തോ ബാങ്ക് ഓഫറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ. എക്സ്ചേഞ്ച് ഓഫർ ആക്സിസ് ബാങ്കിൻ്റെയും SBIയുടെയും ഫ്ലിപ്കാർട്ടിൻ്റെ കാർഡും എല്ലാം വെച്ചിട്ട് നിങ്ങൾക്ക് 30,000 രൂപയ്ക്ക് കിട്ടുമെന്നാണ് ഫ്ലിപ്കാർട്ട് നമുക്ക് വിഷമിച്ച് പറഞ്ഞു തരണത്. ഞാൻ വല്ലം പറഞ്ഞ കൂടിപ്പോകും. പോക്കോ X8 Pro നല്ല ഫോണാണ്. വേണ്ടാ 32,000 രൂപയായിരുന്നു ഈ ഫോൺ. ഇപ്പോൾ ഇത് എത്രയായി? 34 രൂപയായി, 35 രൂപയായി. 35 രൂപയ്ക്ക് നിങ്ങളിൽ എഗെയിൻ മറ്റേ ആക്സിസ് ഫ്ലിപ്കാർട്ട് ആക്സിസ് കാർഡ് ഉണ്ടെങ്കിൽ, ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 4,600 രൂപ കുറയും. അതാണ് 30,000 രൂപയ്ക്ക് കിട്ടുമെന്ന് മലയാളത്തിൽ അവർ പറയണത്. ഓക്കെ ശരി. പിന്നെ പിക്സൽ 10 46,000, S25 പ്ലസിന് 80,000. സാംസങ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അതൊക്കെ നോക്കാം കേട്ടോ. S25 എഡ്ജിന് 70,000. ദൈവത്തിനോർത്ത് എടുക്കരുത് കേട്ടോ ഫോൺ, ചുമ്മാ പറയണമല്ല. ഇൻഫിനിക്സ് GT30. ഇൻഫിനിക്സ് എന്ന് ഞാൻ അങ്ങനെ ഓപ്റ്റ് ചെയ്യാത്തൊരു സാധനമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കാം. പിന്നെ എന്താ പറയുക, S25, iPhone 17 Pro, Nova 2, പോക്കോ 10. ഈ സാധനമാണ് ഞാൻ ഇത് എടുക്കല്ലേ. ഈ വാപ്പ K14 എന്ന് പറയുന്നത് ഈ സൂന എടുക്കരുത്. ഇതൊരു പൊട്ട ഫോണാണ്, ഒരു 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 ശോക ഫോൺ. ഇൻഫിനിക്സ് നോട്ട് 60 Pro അത്യാവശ്യം കുറേ പേര് നല്ലതെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു പരിപാടി 7th Gen 4 ചിപ്സെറ്റ്, പിന്നെ എന്തിനൊക്കെ മറ്റേ പടമൊക്കെ നമുക്ക് ഇങ്ങനെ ഇടയൊക്കെ ചെയ്യാൻ മറ്റേ നത്തിങ് ഒക്കെ പോലെ 90 വാട്ട്. ഇത് അത്യാവശ്യം ഒരുപാട് റിവ്യൂവേഴ്സൊക്കെ നല്ലതെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഇതിൻ്റെ 128 GB-ക്കാണ് ഈ വില. അവിടെയൊക്കെയാണ് പ്രശ്നം. അവിടെ എങ്ങനെയാണ് ഈ ഇൻഫിനിക്സ് എടുക്കുന്നത്? എന്തിനാവട്ടെ. റേസർ ഫോൾഡ് ലക്ഷക്കണക്കിന് കാശ് കൊടുക്കണം. മോട്ടോറോള G67. ഓ ശരിയാണ്. ഇതൊക്കെ ഏതടേ? ഇതൊക്കെ വൈബാ. HMDയുടെ ഫോൺ നോക്കിയ പഴയ. പിന്നെന്തിര് ഗാലക്സി S25 FE. സാംസങ് നോക്കണവർക്കൊക്കെ നോക്കാം കേട്ടോ. 60,000. അയ്യോ. വിവോ X200T ഫ്ലിപ്കാർട്ടിൽ എത്ര? സെയിം പ്രൈസാണ് കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൻ്റെ ആക്സിസ് ആ സാധനം ഉണ്ടെങ്കിലേ, ഫ്ലിപ്കാർട്ട് അതുണ്ടെങ്കിൽ 6,800 രൂപ നിങ്ങൾക്ക് കുറയും. നല്ല ഫോണാണ് കേട്ടോ, നല്ല ഫോണാണ്. നിങ്ങളൊരു അണ്ടർ 60,000 റുപ്പീസിനൊരു ഫോൺ നോക്കുകയാണെങ്കിൽ ഇത് അത്യാവശ്യം നല്ലൊരു ഫോണാണ്. V70 Elite ഒക്കെ നിർത്തിയെന്ന് തോന്നാം കേട്ടോ. V70 Eliteന് എത്ര രൂപ? 55,000 രൂപ. ഇതും നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു പ്രൈസിന്. അണ്ടർ 60,000 നിങ്ങൾ രണ്ട് നല്ല ക്യാമറ സെൻട്രിക്കൊക്കെ ഒരു ഫോൺ നോക്കുകയാണെങ്കിൽ വിവോ X200Tയും അതേപോലെ വിവോ V70. ഓക്കെ, നമുക്ക് 3,000 രൂപ ഫോൺ പേ വഴിയോ SBIയുടെ കാർഡ് വഴിയോ HDFC വഴിയോ ഗൂഗിൾ പേ വഴിയോ ഒക്കെ മേടിക്കുകയാണെങ്കിൽ നമുക്കൊരു 3,000 രൂപ ചടപടയെന്ന് കുറഞ്ഞ് കിട്ടും. ഇത് നല്ല ഫോണാണ്. ഇത് ആക്ച്വലി എ ഗുഡ് ഫോൺ. അപ്പം
അതൊക്കെയാണ് ഇതിൻ്റെ ഓരോ കാണേ. വല്ലാത്ത കഷ്ടമാണേ. ഞാൻ പറയും ഇത് ഇതാണ് P4 പവർ. ഭയങ്കര വലിയ ബാറ്ററി ലൈഫൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറ്റിയ ഫോണാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രം കേട്ടോ. ബാറ്ററി ലൈഫ് ഇസ് യുവർ മെയിൻ കൺസേൺ. നിങ്ങൾക്ക് ബാറ്ററി ലൈഫുള്ളൊരു ഫോൺ വേണമെങ്കിൽ ഇതിനെ വെല്ലാം വേറൊരു ഫോൺ ഇറങ്ങിയിട്ടില്ല. ഇവിടെയും നിങ്ങളിൽ ഫ്ലിപ്കാർട്ടിൻ്റെ SBI ഓർ ആക്സിസ് കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1500 രൂപ കുറഞ്ഞ് കിട്ടും. അപ്പോൾ ദിസ് ഈസ് ഓൾസോ ബാറ്ററി സെൻട്രിക് ഫോൺ. 25,000 രൂപയ്ക്ക് ഇറങ്ങിയ ഫോണായിരുന്നു. എന്തൊരു ആപ്പോ പറഞ്ഞിട്ട് എന്തിരിയേ. അതുകൊണ്ട് X200T 4000 രൂപയ്ക്ക് ഓഫർ കിടക്കണുണ്ട്. iPhone 17 ഓഫറുണ്ട്. പിന്നെ പോക്കോ F7 കഴിഞ്ഞ വർഷം ഇറങ്ങിയ പോക്കോ F7 35,000 രൂപയായി. 29,000 രൂപയായിരുന്നു ഈ ഫോണിന്. 29,000 രൂപ. ഇവിടെ നിങ്ങളുടെ കയ്യിൽ മറ്റേ ICICI ബാങ്ക്, SBI ഇതിൻ്റെയൊക്കെ ഉണ്ടെങ്കിൽ 3000. മറ്റേ ഫ്ലിപ്കാർട്ടിൻ്റെ ആക്സിസ് ബാങ്കിൻ്റെ കാർഡ് ഉണ്ടെങ്കിൽ 4,650 രൂപ ഓഫാക്കി തരും. അതായത് 30,000 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന സാധനത്തിന് വില കൂട്ടിയിട്ട് ആ കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 30,000 രൂപയ്ക്ക് തിരിച്ചു തരുമെന്ന്. എന്തൊരു കോമഡിയാണ് ഈ ലോകത്ത് നടക്കുന്നത്. അയ്യോ, എനിക്കൊന്നും പറയാനില്ലേ. ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുവേ. ഏതാണ്ട് ഇത് പുതിയ ഫോൺ ഇറങ്ങാൻ പോകണം കേട്ടോ. മൊട്ടാറോള അയ്യാ, പൈസ ഉണ്ടാക്കാൻ നടക്കുകയാണ്. പോക്കോ C85X. ഇതൊക്കെ യാതൊരു ഫോണപ്പി. എനിക്കറിഞ്ഞൂടാ ഇതൊക്കെ എന്തിനാണെന്ന്. ഗാലക്സിയും കൂലക്സിയൊന്നും ഞാൻ പറയണില്ല. പിന്നെന്തൊരു. അപ്പം അങ്ങനെയൊക്കെയാണ് ഫ്ലിപ്കാർട്ടിലെ അവസ്ഥ. അപ്പോൾ ഈ ഫോണുകളൊക്കെയാണ് എൻ്റെ കാഴ്ചപ്പാടിൽ അത്യാവശ്യം നല്ല ഫോണുകളാട്ടോ. 30,000 to 20,000 പ്രൈസ് റേഞ്ചിൻ്റെ അകത്ത് നിങ്ങൾക്കൊരു 50,000-ൻ്റെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അണ്ടർ 60,000 നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ ഫോൺ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. നോട്ട് OnePlus ഒന്നുമില്ല. OnePlus 13R ഉണ്ടാകും, നോക്കട്ടെ. OnePlus 13R 45,000 രൂപയ്ക്ക് നല്ല ഫോണാണ് ഇത്. അത്യാവശ്യം നല്ല ഫോണാണ്. ബിക്കോസ് OnePlus 15R iQOO 15Rക്ക് ഇപ്പോൾ 55,000 രൂപയായി. 55,000 രൂപ. ആ സമയത്ത് ഈ ഫോൺ 45,000 രൂപയ്ക്ക് നല്ല ഫോണാണ്. ഇതിലും ചിലപ്പോൾ നിങ്ങൾക്ക് വല്ല 2,250 രൂപ ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്ക് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ഷടപടയെന്ന് കിട്ടും. 2,000-3,000 കുറഞ്ഞ് കിട്ടും. നല്ല ഫോണാണ് കേട്ടോ. 45,000 രൂപയ്ക്ക് എടുക്കാൻ പറ്റിയ ഫോണാണ്. ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്നൊക്കെ എഴുതിയിരിക്കണം. കോപ്പ്. അത് ശരി, ഞാൻ അതറിഞ്ഞില്ലായിരുന്നു കേട്ടോ. ഒരു only 2 ലെഫ്റ്റ് എന്നൊക്കെ പിന്നെ എന്തൊരു തമാശയൊക്കെ എഴുതി വെച്ചിരിക്കണതാ. ഈ കളറേ ഉള്ളൂ. ഓക്കെ, ശരി. ഇത് ഒരെണ്ണേ ഉള്ളൂ. ഇപ്പോൾ എടുത്തെന്ന് മിക്കവാറും ഈ വീഡിയോ പറഞ്ഞ സമയത്ത് ഏതെങ്കിലും ഒരുത്തം വാങ്ങിച്ചുകൊണ്ട് പോയി കാണും. അപ്പോൾ അതിലൊരു തീരുമാനമായി. അപ്പോൾ അതാണ് ഇന്ന് ഇവിടുത്തെ അവസ്ഥയുടെ. വിവോ V70 വില ആക്കണം. 50,000 രൂപ. V70 50,000 രൂപയായി. വിവോ V70. എന്തൊരു കോമഡിയാണോ ഈ നടക്കുന്നത്. ഫ്ലിപ്കാർട്ടിൽ ഞാൻ കണ്ട അത്യാവശ്യം കുറച്ച് നല്ല ഓഫറുകൾ ഇതൊക്കെയാണ് ഗൈസ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇതൊക്കെ മേടിക്കാം എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. Nothing 4 ഇതൊക്കെ ഇതൊക്കെ ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ നല്ലൊരു ഫോണാണ്. Nothing 4 ഈ പ്രൈസിന് 30,500 രൂപയ്ക്ക് കിട്ടില്ല ഫോണാണത്. പിന്നെ അത് X8 Pro Max 42,000. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാർഡുകളൊക്കെ മേടിക്കണം. ഫ്ലിപ്കാർട്ടിൻ്റെ ആണെങ്കിൽ ആക്സിസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ്, SBIയുടെ ക്രെഡിറ്റ് കാർഡും ഇത് രണ്ടും കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൽ കയറി ഫോൺ ഇത് മേടിക്കാം. നിങ്ങൾ ആമസോണിലാണെങ്കിൽ നിങ്ങൾ ICICI ബാങ്കിൻ്റെ ആമസോൺ കാർഡ് കിട്ടും, അതെടുക്കണം. ഇതാണ് ഇപ്പോഴത്തെ ഒരു സെറ്റപ്പ്. വേറെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുണ്ടെങ്കിൽ ഞാൻ കണ്ടിട്ട് പറയാം. ഇതാണല്ലേ മറ്റങ്ങീര് തൊലച്ച AI+. ഫോണൊന്നും കാണിക്കണേ, എനിക്കും തരും വല്ല കേസും കോപ്പൊക്കെ ചുമ്മാരി. അപ്പോൾ എന്തിനാണെങ്കിലും അതാണ് എനിക്ക് പറയാനുള്ളത്. അത്യാവശ്യം എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് ആ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം ഇഷ്ടപ്പെട്ട ഫോണുകളാണ് ഞാൻ പറഞ്ഞത്. സോ അതാണ്ട് ഇത് നല്ല ഫോണാണ്. പക്ഷേ 43,000 രൂപ. Reno 14 നല്ല ഫോണാണ്. ഇത് 30,000 രൂപയ്ക്കൊക്കെ കിട്ടുകയാണെങ്കിൽ മേടിച്ചോ കേട്ടോ. ഞാൻ ചുമ്മാ പറയണല്ല. പക്ഷേ 43,000 രൂപയായ ഈ ഫോണ്. 35,000 രൂപയ്ക്ക് എന്തോ ഇറങ്ങിയ ഫോണാണിത്. കഴിഞ്ഞ വർഷം ഇറങ്ങിയ. ഈ പൈസയ്ക്കൊന്നും ഇത് മേടിക്കല്ലേ. 43,000 രൂപയ്ക്കൊന്നും ഇതില്ല. വല്ലാത്ത ഇഷ്ടമായി പോയിട്ടോ അത്. എന്തൊരു ആവട്ടെ പറഞ്ഞു. ഞാൻ വിചാരിച്ചതിൻ്റെ വില കുറഞ്ഞു. എന്തിരാ എന്താ. അപ്പം അങ്ങനെയൊക്കെയാണ്. കഷ്ടകാലം ഹേ ഉച്ചി ഹേ ഉള്ളതണ്ട്. നിങ്ങൾക്ക് നല്ല ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് വേണം എന്നുണ്ടെന്ന് വെച്ചോ.
നിങ്ങൾ എന്തൊരു ചെയ്യണമെന്ന് പറഞ്ഞാൽ ലെനോവോ LOQ എന്ന് അടിക്കണം. ഓക്കെ, ലെനോവോ LOQ എന്ന് അടിക്കുമ്പം പല പല പ്രൈസ് റേഞ്ച് വരുന്നുണ്ടാ. LOQ 50,000 രൂപയ്ക്ക് 12th Gen HX പ്രോസസ്സർ, നമുക്ക് 4 GB ഗ്രാഫിക്സ് കാർഡ് വരുന്നുണ്ട്. നല്ല ഓപ്ഷനാണ്, ഇത് നിങ്ങൾക്ക് എടുക്കാം. പിന്നെ അതാണ്ട് ഇത് 12th Gen 75,000 12th Gen ഒന്നും മേടിക്കണ്ട. ഇതേപോലെ Ryzen 5 HS 4 GB ഗ്രാഫിക്സ് കാർഡ് 75,000 രൂപ. നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം അതാണ്. HS ഇതൊക്കെയാണ് നല്ല പ്രോസസ്സർ. HUം ഉണ്ട് HSഉം ഉണ്ട്. പിന്നെ മറ്റേ ഇൻ്റലാണെങ്കിൽ HX ആയിരിക്കും. റൈസണിലും HUം HXഉം ആണ് നമ്മുടെ ഇൻ്റലിലും. അപ്പോൾ ഇതിങ്ങനെ നോക്കുക. ഇത് 12th Gen ആണ്. അപ്പോൾ ഇത് 12നെക്കാട്ടിലും 12 അത്യാവശ്യം നൈസാണ്. അതേപോലെ ഇവിടെ കണ്ട 13th Gen HX. ഞാൻ പറഞ്ഞില്ലേ 75,000 ഈ 80,000 ഇത് നല്ലതാണ്, നിങ്ങൾക്കത് ചെടുക്കാം. പിന്നെന്തിന് അതേപോലെ നോക്കുക. പിന്നെ ഗ്രാഫിക്സ് കാർഡിൻ്റെ TGP നോക്കുക, ടോട്ടൽ ഗ്രാഫിക്സ് പവർ എത്രയാണെന്ന് നോക്കുക. 75 ആയിരിക്കും, ചിലതിൽ 95 ആയിരിക്കും, ചിലതിൽ 100 ആയിരിക്കും, 115 ആയിരിക്കും, അങ്ങനെ വേരി ചെയ്യും. അതുകൊണ്ട് ഇതൊക്കെ നല്ല ഓപ്ഷനാണ്. 24 GB റാം, 512 GB SSD, 4 GB ഗ്രാഫിക്സ് കാർഡ്, 80,000 രൂപ. ഈ LOQ അത്യാവശ്യം വിശ്വസിച്ച് എടുക്കാൻ പറ്റിയ ഒരു ലാപ്ടോപ്പാണ്. എനിക്ക് വേറെ ഗെയിമിങ്ങിൽ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യാത്ത കുറച്ച് സാധനങ്ങളുണ്ട്. അതാണ് എവിടെ ഇതാ കിടക്കണ ടഫ് ഗെയിമിങ്. പിന്നെന്തിരി ഇത് കൊള്ളാം കേട്ടോ. ഇത് അത്യാവശ്യം ഇത് ഭയങ്കര വിലയാണ്. ഏസറിൻ്റെ പ്രെഡേറ്റർ സീരീസ് OLED ഡിസ്പ്ലേ ഒക്കെ വരണം. 1,64,000 രൂപയ്ക്ക് ആ ഏസറൊന്നും ഞാൻ സജസ്റ്റ് ചെയ്യൂല. അതിന് വല്ല ROG Strix ഒക്കെ നോക്കണം. ROG Strix ഏതെങ്കിലും ഉണ്ടാകുന്നു അത് നോക്കുമ്പോൾ ഉണ്ടാ 1,65,000 ഇതൊക്കെ നല്ല ഓപ്ഷനാണ്. ഈ പറയുന്ന ROG Strix G16 13th Gen HX പ്രോസസ്സർ, 6 GB ഗ്രാഫിക്സ് കാർഡ്, ഇത് നല്ല ഓപ്ഷനാണ്. പറയണ ഏസറിൻ്റെ ഇതിൽ OLED ഡിസ്പ്ലേ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇത് LCD മറ്റേ IPS പാനലാണ് വരുന്നത്. ഒരൊറ്റ പ്രശ്നമുള്ളൂ. പക്ഷേ ഇത് വിശ്വസിച്ച് എടുക്കുക. ROG Strixൻ്റെ ഈ 1.38 ഒക്കെ നിങ്ങളൊരു 1.5 ഒരു ആളാണെന്ന് നോക്കണമെങ്കിൽ അതാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ സജഷൻ ROG Strixൻ്റെ ഏതെങ്കിലും എടുക്കുക. അതുകൊണ്ട് ഇത് നല്ലൊരു ഓപ്ഷനാണ്. ROG Strix G15 96,000 ഈ ഒരു ഓപ്ഷൻ അത്യാവശ്യം നൈസാണ്. 6800 ഒക്ടാ കോർ Ryzen 7 നല്ലൊരു ഓപ്ഷനാണിത്. 76,000 രൂപയ്ക്ക് ഇതാണ്ട് ഇത് നല്ല ഓപ്ഷനാണ്. ദിസ് ഈസ് ഓൾസോ ഗുഡ് ഓപ്ഷൻ ഫോർ 76,000. ഒരെണ്ണേ ഉള്ളൂ ബാക്കി. 1,50,000 60,000 താണ്ട് ഇത് കൊള്ളാം. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ അങ്ങനെ നിങ്ങൾക്ക് സഗ്രി. എൻ്റെ ഇതിൽ അസൂസിൻ്റെ G-Strix നല്ലതാണ്. ലെനോവോ ലീജിയൻ സീരീസ് നല്ലതാണ്. പിന്നെ HP Omen ഇല്ലേ, അത് അടിപൊളി സാധനമാണ്. മെയിനായിട്ട് നിങ്ങൾ ഒരു ലാപ്ടോപ്പൊക്കെ എടുക്കാൻ ഇപ്പോൾ ഗെയിമിങ്ങിൻ്റെ ഇതൊക്കെയാണ് നിങ്ങൾ നോക്കേണ്ടത്. അല്ലാത്ത പക്ഷേ നിങ്ങളുടെ ഇപ്പോൾ വല്ല ടൈപ്പിങ്ങിനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഗ്രാഫിക്സ് കാർഡിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. നല്ലൊരു പ്രോസസ്സുള്ള ഒരു സാധനം മേടിച്ചാൽ അത് വല്ല ലെനോവോ യോഗ എന്ന് അടിച്ചു കഴിഞ്ഞാൽ യോഗ സീരീസിൽ ഏതെങ്കിലും ഒരു സാധനം മേടിച്ചാൽ 87,000 ഇതൊക്കെ ഈ 87,000 ഈ സാധനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർ കോഡിങ് ഒരു പരിധി വരെ കുഴപ്പമില്ലാതെ വർക്കാവും. നിങ്ങൾ ഓഫീസിൽ പോകുന്നവർ പിന്നെ മറ്റെന്തിര് അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന സ്റ്റുഡൻസിനൊക്കെ പറ്റിയ സാധനമാണ് ഈ ലെനോവോ യോഗ സീരീസ് സ്ലിം 6 ഒക്കെ. നിങ്ങൾക്ക് ഇതിൽ തന്നെ ടച്ച് വരുന്ന പരിപാടികളൊക്കെ ഉണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാം, എടുക്കാം. സോ ദാറ്റ് ഇസ് ദ ഓപ്ഷൻസ് ഓഫ് ദ പരിപാടി. യോഗ സ്ലിമ്മുണ്ട്, യോഗ സീരീസ് നല്ലതാണ്. പിന്നെ അസൂസിൻ്റെ വിവോ ബുക്ക് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അസൂസ് വിവോ ബുക്ക് അത്യാവശ്യം നൈസാണ്. എഗെയിൻ സ്റ്റുഡൻസിന് ഈ പറയുന്ന സ്കൂളിൽ പോകുന്ന കോളേജിൽ പോകുന്ന ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ പറ്റിയ സാധനമാണ് വിവോ ബുക്ക് ഗോ ഉണ്ട്. വിവോ ബുക്ക് 14 S16 എന്നൊക്കെ പറഞ്ഞാൽ മറ്റേ സാധനമാണ്. ഈ സ്നാപ്ഡ്രാഗൻ്റെ ചിപ്സെറ്റൊക്കെ വരുന്ന സാധനമാണ്. പക്ഷേ ഭയങ്കര വില കൂടി പോയി. 50,000 രൂപയ്ക്ക് ഈ സാധനം കിട്ടിക്കൊണ്ടിരുന്നതാണ്, പക്ഷേ അവർ വില കൂട്ടി. സോ ഇതൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള അങ്ങനത്തെ ഉള്ളവർക്ക് പറ്റിയ സാധനമാണ്. കോഡ് ചെയ്യുന്നവർക്ക് എനിക്ക് തോന്നുന്നു ഗ്രാഫിക്സ് കാർഡിൻ്റെ ആവശ്യം വരും. ഏകദേശം കുറച്ചും കൂടെ കോഡിങ് സൈബർ സെക്യൂരിറ്റിക്കൊക്കെ നിങ്ങൾ ഒരു ഗ്രാഫിക്സ് കാർഡുള്ള ഒരു PC തന്നെ എടുക്കണം. അതായത് ഗെയിമിംഗ് ലാപ്ടോപ്പ് വല്ല LOQയോ അത് വല്ലതും എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്.
കോഡിംഗ് ഒക്കെ ചെയ്യുന്നവർ 16 GB റാം മിനിമം വേണം കേട്ടോ. 16 32 GB അത്ര നല്ലത്. വേണ്ട ഇവിടെ 12 GB 16 GB കണ്ട, അതിൽ 12 എടുക്കരുത്, 16 തന്നെ നിങ്ങൾക്ക് വേണം. നിങ്ങൾക്ക് മെയിനായിട്ടും റാമും CPU വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കോഡ് ചെയ്യുന്നവർക്കൊക്കെ. പിന്നെ ഈ പറയുന്ന ഗ്രാഫിക് ഡിസൈനേഴ്സ് ആർക്കിടെക്ചേഴ്സിനൊക്കെ കൂടിയ സാധനം തന്നെ വേണം. അവിടെ ഒരു 1.5 ലക്ഷം രൂപയുടെയൊക്കെ സാധനം തന്നെ നിങ്ങൾക്ക് വേണം. ഇതിൽ ചെയ്യാൻ പറ്റും, പക്ഷേ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ തന്നെ ഭ്രാന്തനാവും. കുറേ സാധനങ്ങളൊക്കെ റെൻഡറൊക്കെ ചെയ്ത് വരുമ്പോഴേ പല ലേസിലൊക്കെ ഇട്ട് റെൻഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വട്ട് പിടിക്കും. അതുകൊണ്ട് കുറച്ചും കൂടെയൊക്കെ ആർക്കിടെക്ചർ, ഗെയിം ഡെവലപ്പേഴ്സ്, ഗ്രാഫിക് ഡിസൈനേഴ്സൊക്കെ കുറച്ചും കൂടെ ഒരു 1.5 ലക്ഷത്തിൻ്റെയൊക്കെ ഒരു 6 GB റാമൊക്കെ വരുന്ന ഒരു ഗ്രാഫിക്സ് കാർഡ്. ഇത് അത്യാവശ്യം നൈസാണ് കേട്ടോ. ഇത് 78,000 രൂപയ്ക്ക് 16 GB റാം 6 GB ഗ്രാഫിക്സ് കാർഡാണ്. Ryzen 5. ഇത് റൈസൻ്റെ ഈ AMDയുടെ ചിപ്സെറ്റിന് നിങ്ങൾക്ക് തണ്ടർ ബോൾട്ടിൻ്റെ സപ്പോർട്ട് വരില്ല. തണ്ടർ ബോൾട്ട് പോർട്ടില്ലേ, മറ്റേ 8K ഔട്ടൊക്കെ കൊടുക്കണം, ആ സാധനം നിങ്ങൾക്ക് കിട്ടില്ല. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഡിസ്പ്ലേ പോർട്ടും HDMI ഒക്കെ എൻ്റെ അകത്ത് കാണും. അപ്പം ഇത് ആക്ച്വലി നല്ല ഓപ്ഷനാണ് കേട്ടോ. ഒരു 80,000 രൂപയുടെ താഴെ നോക്കുന്നവർക്ക് ഗെയിമിങ്ങിനും അത്യാവശ്യം അടിപൊളിയായിരിക്കും സാധനം. സോ ദാറ്റ് ഇസ് വാട്ട് ഐ ഹാവ് ടു സേ അബൌട്ട് ദ ലാപ്ടോപ്പ് പിക്കിങ് ഓൾസോ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതേപോലത്തെ ഒരു വീഡിയോ ഇനിയും വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. നമുക്ക് ഫ്രീ ആണെന്നനുസരിച്ച് ഇതേപോലെയൊക്കെ ചില്ല് ചെയ്തുകൊണ്ട് നമുക്ക് സാധനം ഇടാം. അപ്പോൾ അതും പറഞ്ഞുകൊണ്ട് ഞാൻ പോവുകയാണ് കേട്ടോ. ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് ഹെൽപ്ഫുൾ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു. ബൈ ബൈ.